ഷൈൻ ടോം ചാക്കോ സത്യത്തിൽ രാവിലെ ന്യൂസിലൊക്കെ നമ്മൾ ചെറിയ ഒരു CCTV ക്യാമറ വഴി ഉള്ള വീഡിയോസൊക്കെയാണല്ലോ ആദ്യം പുറത്തു വരുന്നത്. അപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ ആ വാർത്തയ്ക്ക് ശേഷം ഇപ്പോൾ വരെ സത്യം പറഞ്ഞാൽ ചിരി വന്നിട്ട് ഒരു നമ്മൾ പറയുന്നത് ശരിയല്ല. കാരണം ഒരു വ്യക്തി കക്ഷിയുടെ ഒരു അവസ്ഥയും മാനസികാവസ്ഥയും ഇപ്പം നിലവിലെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. എങ്കിലും ഷൈൻ ടോം ചാക്കോ ഈ ഹോട്ടലിൽ നിന്ന്, അതായത് പോലീസ് റെയ്ഡുമായി ബന്ധപ്പെട്ട് ആ സമയം മുതൽ ഇതുവരെയും ഒരു സിനിമയിൽ കാണിക്കുന്ന കോമഡി രൂപത്തിലാണ് ഓരോ സംഭവങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇതിൻ്റെ കാര്യങ്ങൾ ഗൗരവം തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ച് ലഹരി മാഫിയയുടെ ഒരു പ്രശ്നം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ ഒരു നടിയുടെ പരാതി കൂടി ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വന്നിട്ടുണ്ട്. അത് അമ്മ എന്ന് പറയുന്ന സിനിമാ സംഘടനയ്ക്കെതിരെയാണ് നേരിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്തും ചെറിയ പാളിച്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് നഷ്ടപ്പെടില്ലേ? എന്നെ ഈ കാണുന്ന ഈ ആളുകൾക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറ, നഷ്ടപ്പെടില്ലേ? തീർച്ചയായും നഷ്ടപ്പെടും. അത്രയും വിശ്വസിച്ച് പരാതി നൽകാൻ ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റും ഇല്ലാതെ എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിന്ന് ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുത്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഒരു തുറന്നു പറച്ചിൽ, അത് ആർക്കും ഒരു സിനിമയുടെ പേരും പോലും പറയാതെ ഇപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നൽകിയ പരാതി ആ സിനിമകളെയൊക്കെ ബാധിക്കത്തില്ലേ? അതെൻ്റെ ഒരു കൺസിഡറേഷൻ അല്ലേ, എനിക്ക് അവരോടുള്ളൊരു കൺസിഡറേഷൻ. ഞാൻ വർക്ക് ചെയ്യുന്നൊരു സിനിമയിൽ ആ പ്രൊഡ്യൂസേഴ്സിനെയും ആ ടെക്നീഷ്യൻസിനും ഒക്കെ ഇയാളുടെ പേര് പുറത്തു വരുമ്പോൾ, ഇയാൾക്കൊരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഈ പറയുന്ന സിനിമകളെയൊക്കെ അത് ബാധിക്കും, വളരെ മോശമായി ബാധിക്കും. ഒരാൾ ഒരു OTT ഉണ്ടാവും അതെടുക്കാനായിട്ട്? ഇല്ല. എത്ര നല്ല സിനിമയാണെങ്കിലും, ഇന്ന ആൾ അഭിനയിച്ച സിനിമയാണെങ്കിൽ OTT ഉണ്ടാകത്തില്ല. അതുപോലെ ഒരു ചാനൽ എടുക്കത്തില്ല. കാരണം ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാൾ അഭിനയിച്ച സിനിമകൾ ഏത് ചാനലെടുക്കും? ഒരു ചാനലും എടുക്കാനുണ്ടാവില്ല. ഇത്രയും ഞാൻ ചിന്തിക്കുന്ന അത്രയും ബോധം ഇവർക്കൊക്കെ ഒന്നുമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ സംഘടനയും ഞാൻ പുറത്തുവിട്ടവർ തീർച്ചയായും വ്യക്തിപരമായിട്ട് അവർ സിനിമയിൽ പ്രവർത്തിക്കും. അവർ തന്നെ ഇന്നലെ ഞാൻ പേര് പുറത്തുവിടരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രൊഡ്യൂസറല്ലേ, ഞാനും സിനിമ അംഗമല്ലേ, ഞാനും സിനിമ ഫാമിലി അല്ലേ, ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ച ആളാണ് എൻ്റെ അറിവിൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. എങ്കിൽ തന്നെയും ഈ ഹോട്ടൽ റെയ്ഡിന് വരുന്ന സമയത്ത് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ജന്നൽ വഴി പൊത്തി ചാടിയിട്ട് താഴെയുള്ള നിലയിൽ അവിടെ ഷീറ്റായിരുന്നു എന്നാണ് പറയുന്നത്. അതിനകത്ത് ചാടി, അത് പൊത്ത് താഴെ ഒരു സ്വിമ്മിങ് പൂളായിരുന്നു എന്നാണ് പറയുന്നത്. സത്യമായി ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് വന്ന് വീണ് അവിടെ നിന്ന് ഇറങ്ങി ഓടി പുറത്ത് വന്നപ്പോഴും വാഹനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ വഴിയിൽ ഏതെങ്കിലും ഒരാൾ ബൈക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൈ കാണിക്കുക, അതിൽ കയറി പോവുക, അതാണ് സംഭവിച്ചത്. എസ്കേപ്പ് അയാൾ എന്തായാലും. പക്ഷെ ഇത് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ ഒരു 3-4 സെക്കൻഡിൽ സംഭവിക്കുന്നതാണ്. റെയ്ഡിന് വരുന്നു, ഷൈൻ ടോം ചാക്കോ ഈ ഒരു വിവരം ഒന്നുകിൽ നമ്മുടെയൊക്കെ ഒരു ആലോചനയിൽ വരുന്നത് ഹോട്ടൽ ജീവനക്കാർ തന്നെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ നടനാണ്, സെലിബ്രിറ്റി, അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ വരെ ചിലപ്പോൾ ആരാധകരൊക്കെ ആവാം, അല്ലെങ്കിൽ ഇത്രയും നാൾ കൊണ്ട് ആ ഹോട്ടലിൽ സ്ഥിരം വരുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പരിചയത്തിൽ ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും ഹെൽപ്പ് ചെയ്യും, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ മുന്നേ ഒരു അറിവ് കിട്ടുന്നു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങി ഓടുന്നതാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ലഹരിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നമെല്ലാം ഉണ്ടായിരിക്കും. തുടക്കം അങ്ങനെയാണ്. അപ്പോൾ ഇനി കയ്യിൽ എന്തെങ്കിലും ലഹരി ഉണ്ടായിരുന്നോ ഏതെങ്കിലും? ഇപ്പം അറിയാമല്ലോ, MDMA ഒരു കുത്തൊഴുക്ക് തന്നെയാണ് കേരളത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ലഹരി കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എങ്കിലും അതെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ഷൈൻ ടോം ചാക്കോ കിട്ടിയിട്ടുള്ളതെന്നുള്ളതാണ് ഏറെ അത്ഭുതം. അതായത് PGS വേദാന്ത എന്ന് പറയുന്നൊരു ഹോട്ടലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടുന്നാണ് ഈ പൊത്തിയാടി ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നത്. കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നതാണ് പോലീസിന്റെ ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ഒരു വാർത്തയും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ലഹരിയായിട്ട് ബന്ധപ്പെട്ട് റെയ്ഡ് നടക്കുന്നു, ഓക്കെ, ഷൈൻ ടോം ചാക്കോ എസ്കേപ്പായി. ഇനി അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നടി വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നായിക
രഹസ്യമായി കൈമാറിയ പരാതിയാണെന്നാണ് പറയുന്നത്. അതായത് ഒരു കാരണവശാലും ഈ നടന്റെ അല്ലെങ്കിൽ ഈ ആർക്കെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ആ വ്യക്തിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും പുറത്തു പോകരുതെന്ന് പ്രത്യേകം ഈ പരാതിയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പരാതിയാണ്, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിക്കുന്നു. അത് ക്ലിയർ ആണെന്ന് തോന്നിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് പുറത്തു വിടാവുന്നതാണ്. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്, പരാതി കൊടുത്ത നടി എന്തായാലും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് പുറത്തു പോയത് എങ്ങനെയാണെന്നൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല, വെളിച്ചത്ത് വന്നിട്ടില്ല അതൊന്നും. ഡാൻസ് ഓഫ് സംഘത്തിന്റെ കയ്യിൽ നിന്ന് നടൻ ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടത് സിനിമയെ വെല്ലുന്ന രീതിയിലായിരുന്നു. അതാണ് നമുക്കൊക്കെ ഒരു കാരണം ഡൂപ്പ് വെച്ചൊക്കെ സിനിമയിൽ നടന്മാർ അഭിനയിക്കുന്ന ഒരു സീനൊക്കെ ഒരു മനുഷ്യന് ഒരു രക്ഷപ്പെടാനുള്ള ഒരു സമയം അല്ലെങ്കിൽ സ്വന്തം ജീവൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കത്തില്ല, മരിച്ചാലും കുഴപ്പമില്ല, ഓടുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു സമയത്ത് അതാണ് സത്യത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് സംഭവിക്കുന്നത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന്റെ മറ്റൊരു എന്താ പറയുന്നത് ഒരു ഐഡിയ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ഈ കേസ് എങ്ങനെ കൃത്യമായിട്ട് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയെ കൂടി ചോദ്യം ചെയ്യണമെന്ന് ഉള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ ചെക്ക് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നാണ് ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ട്. ഇനി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നോട്ടീസ് അയക്കുക, നോട്ടീസ് അയച്ചതിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് വിളിപ്പിക്കുക. അങ്ങനെയാണ് ഇനി നിയമത്തിന്റെ വഴിക്ക് തന്നെ ഓരോന്ന് പോയെങ്കിൽ മാത്രമേ ഇനി ഷൈൻ ടോം ചാക്കോയെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ട്രാപ്പിലോ അല്ലെങ്കിൽ ഒരു കുറുക്കു വഴിയൊന്നും ഇനി ഷൈൻ ടോം ചാക്കോയെ കിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം സിനിമാ മേഖലയാണ്, എല്ലാ രീതിയിലുള്ള ഹെൽപ്പ് സഹായങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. നമ്മൾ സിദ്ദീഖിന്റെ അവസ്ഥ, നടൻ സിദ്ദീഖിന്റെ ഒക്കെ അവസ്ഥ നമ്മൾ കേരളം കണ്ടതാണ് എങ്ങനെയാണെന്നുള്ളത്. സുപ്രീം കോർട്ടിൽ നേരിട്ട് പോയി ജാമ്യം എടുക്കാനുള്ള സൗകര്യം പോലും കേരളത്തിൽ ഒരുക്കി കൊടുത്ത ഒരു രാഷ്ട്രീയ സാമൂഹിക ഒരു അവസ്ഥ ഇവിടെ കേരളത്തിലുണ്ട്. അപ്പൊ പോലീസിനെ സംബന്ധിച്ച് പോലീസിനെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല, അത്രമാത്രം ഹെൽപ്പ് കിട്ടുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. ഇന്നലെ രാത്രിയാണ് പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത്. റെയ്ഡ് വിവരം ചോർന്നതിന് പിന്നിൽ ഹോട്ടൽ ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ജീവനക്കാരുടെ മൊഴിയും പരിശോധിക്കുന്നുണ്ട്. റെയ്ഡ് വിവരം ചോർന്നതിന് പിന്നിൽ കൃത്യമായി ഇവർ തന്നെ ആകാനാണ് ചാൻസ് തന്നെയാണ് പോലീസിന്റെ ഏറ്റവും വലിയ നിഗമനം. സത്യത്തിൽ ഷൈൻ ടോം ചാക്കോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം നിലവിൽ ആ CCTVയുടെ ആ ഫുൾ ഡീറ്റെയിൽ മാത്രമാണ് ഇപ്പൊ കിട്ടുന്നത്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഈ ഗൂഗിളിൽ അടിച്ചാൽ ഇപ്പൊ ആ വീഡിയോ മാത്രമാണ്. കാരണം ഈ കേസിന്റെ അല്ലെങ്കിൽ ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മുന്നിൽ നിൽക്കുന്ന ഒരേ ഒരു എവിഡൻസ് CCTV ക്യാമറയാണ്. പക്ഷെ അതിൽ ക്ലിയർ അല്ല എന്നാണ് തോന്നുന്നത്, അത്ര ക്ലിയർ അല്ല അത്. അതിനകത്ത് ഇപ്പൊ ദൂരെ ഒരു മിന്നി മറയുന്ന ഒരു രീതിയിലാണ് ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഈ നായിക കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ സിനിമയുടെ അമ്മ സംഘടന എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വളരെയധികം അഭിനന്ദനം കൊടുത്തെന്നൊക്കെയാണ് വാർത്തയിൽ പറയുന്നത്. ഈ അഭിനന്ദനം ഒന്നും അല്ലല്ലോ ആ നടിക്ക് വേണ്ടത്. ആ നടിക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള നീതിയാണ്. അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതോടൊപ്പം തന്നെ എക്സൈസ് മന്ത്രി, അതോടൊപ്പം തന്നെ മറ്റ് സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ ഉള്ളവർക്ക് എല്ലാവരും തന്നെ ഈ വിൻസി അലോഷ്യസിനെ അഭിനന്ദിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സമയത്ത്. ഇന്ന് അതൊക്കെയാണ് പുതുതായിട്ട് വരുന്ന വാർത്തകളൊക്കെ എന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു 3-4 ദിവസം കൊണ്ട് ഇതിലും വലിയൊരു ദുരിതം ഇനി ഷൈൻ ടോം ചാക്കോയ്ക്ക് വരാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.